പോർച്ചുഗീസ് താരം യാവോ ഫെലിക്സ് സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിലേക്ക് മാറാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ചെൽസിയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ എസി മിലാനിൽ കളിച്ചിരുന്ന ഫെലിക്സിനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ബെൻഫിക്ക ശ്രമിച്ചിരുന്നെങ്കിലും അൽ നസർ അവസാന നിമിഷം ഈ ട്രാൻസ്ഫർ ഹൈജാക്ക് ചെയ്തതായാണ് വിവരം. പ്രശസ്ത ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫാബ്രിസിയോ റൊമാനോയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. താരം അൽ നസറിലേക്കുള്ള നീക്കത്തിന് സമ്മതം മൂളിയിട്ടുണ്ട്. ഏകദേശം 50 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ അൽ നസർ നൽകുമെന്നാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 25 വയസ്സുകാരനായ യാവോ ഫെലിക്സ് 2019 127 മില്യൺ യൂറോയ്ക്കാണ് ബെൻഫിക്കയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച നിലവാരത്തിൽ കളിക്കാൻ കഴിയാതെ വന്നതോടെ ചെൽസി, ബാഴ്സലോണ, എസി മിലാൻ എന്നിവിടങ്ങളിൽ ലോണിൽ കളിച്ചു. 2024 ചെൽസി ഫെലിക്സിനെ സ്ഥിരമായി സൈൻ ചെയ്തുവെങ്കിലും ടീമിൽ സ്ഥിരം സ്ഥാനം നേടാൻ താരത്തിന് സാധിച്ചില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗീസ് പരിശീലകൻ ജോർജ് ജീസസ് എന്നിവർ ഫെലിക്സിനെ അൽ നസറിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായാണ് റിപ്പോർട്ടുകൾ. റൊണാൾഡോയും ജീസസും ഫെലിക്സുമായി നേരിട്ട് സംസാരിച്ച് സൗദിയിലേക്കുള്ള മാറ്റത്തിന് പ്രേരിപ്പിച്ചതായാണ് വിവരം. 2026 ലോകകപ്പിന് മുന്നോടിയായി കളിസമയം ഉറപ്പാക്കാൻ ഫെലിക്സിന്റെ തീരുമാനത്തിന് ഈ ഘടകവും കാരണമായിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.